സ്പോർട്സ് ഡേക്ക് പോകാനായിട്ട് ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നകത്തേക്ക് പോയപ്പോഴേക്കും പിന്നെ വന്നപ്പോൾ കാണുന്നത് പുഷപ്പൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ വിചാരം പുഷപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിന്നറാവാൻ പറ്റുന്ന തോന്നുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കള്ളച്ചിരിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പോകുന്ന ടൈമിൽ കല്ലു നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ കല്ലുവിനെ സ്ട്രോളറിലൊക്കെ കിടത്തി സെറ്റാക്കിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഇതാണ് സ്പോർട്സ് സെൻറ്റർ. ഇവിടെ വെച്ചിട്ടാണ് സ്കൂളിൻ്റെ ഈ ഒരു സ്പോർട്സ് ഇവൻ്റൊക്കെ നടക്കുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തി. ഇപ്പോൾ പിള്ളേരൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇഷാനുവിന് ഈ ബ്ലൂ കളറിൽ 3 എന്ന് എഴുതിയിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പോൾ ഓട്ടത്തിന് എങ്ങനെ നിൽക്കേണ്ടതെന്നൊക്കെ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. നമ്മളവിടെ എത്തിയ പാടന്നെ കല്ലുമോൾ എണീറ്റു. പിന്നീട് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ ട്രോഫികളാണ് കേട്ടോ. നല്ല ചന്തണ്ട് ഇതൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ട്രാക്കിലൊക്കെ നിന്നിട്ട് വെറുതെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തി. അപ്പോൾ ഏകദേശം നമ്മുടെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഷാനുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ. അപ്പോൾ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഇവരെ കൊണ്ട് എക്സസൈസ് വിത്ത് മ്യൂസിക് ആയിരുന്നു. അപ്പോൾ ചൈനീസിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഭയങ്കര കൂളായിരുന്നു. ഞാൻ നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ ടെൻഷൻ വരുന്നു. എല്ലാ പേരൻസും അങ്ങനെയാവും. നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടെൻഷനായിരിക്കും, നെഞ്ചിടിക്കുന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ കുഞ്ഞു കാര്യത്തിന് ഞാൻ വിചാരിച്ച എന്തിനാണ് നമ്മളിങ്ങനെ ആവുന്നതെന്ന്. കല്ലു അവിടെ ആരെന്ത് ചെയ്യുമ്പോഴും അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഓരോ അനൗൺസ്മെൻ്റൊക്കെ നടത്തുന്നത് കണ്ടപ്പോൾ അവൾ മൈക്കെടുത്തിട്ട് അവളുടെ രീതിയിലൊക്കെ ചെയ്യാണ്. പിന്നീട് ഇവരുടെ ഹോങ്കോങ് ചൈനീസ് ഫ്ലാഗിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റൻഷനിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ചേട്ടൻ്റെ റണ്ണിങ് കോമ്പറ്റീഷൻ കണ്ടിട്ട് കല്ലുവിനും ഇതുപോലെ ഓടണം തോന്നിയിട്ട് അവളും അവിടെ കിടന്ന് ഓടുകയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓരോരോ ഗെയിംസ് കഴിയുമ്പോഴും ഇവരിങ്ങനെ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ടൈമിലൊക്കെ കല്ലും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു റിലേ കോമ്പറ്റീഷൻ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പാസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം. അപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല പാരൻസിനും കൂടെ ഇവർ ഗെയിംസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും കല്ലുമോളും മാത്രമായത് കാരണം എനിക്കൊന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിള്ളേരുടെ ഗെയിംസൊക്കെ അവസാനിപ്പിച്ചപ്പോൾ അവർ പിന്നെ അവിടെ കളിയായി. കാരണം നമ്മൾ പ്രൈസ് കിട്ടുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ റിലേയുടെ വിന്നേഴ്സിനൊക്കെ ഇതുപോലെ മെഡൽ കൊടുത്തു. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും മെഡൽ കൊടുക്കുന്നുണ്ട്. അത് കാരണം ആർക്കും വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഗെയിംസൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ ഫോട്ടോ എടുക്കലും പിന്നെ കുറച്ച് നേരം ഇഷാനും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവിടെ കളിച്ചു. ഇത് മെഡൽ കിട്ടിയ സന്തോഷമാണ് കേട്ടോ. മെഡലിന് മുമ്പൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇഷാൻ്റെ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഇവരായിട്ട് കുറേ നേരം കളിച്ചു. ഇത് ചേട്ടൻ്റെ ക്ലാസ്മേറ്റ്സിനായിട്ട് ഓടിക്കളിക്കുന്നത് നമ്മുടെ കല്ലു. അപ്പോൾ ചേട്ടന് മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കല്ലൂസിൻ്റെയും കൂടിയാണല്ലോ.
രണ്ടെണ്ണം കിട്ടിയത് കാരണം ഞങ്ങൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ സ്പോർട്സ് ഡേ അവസാനിച്ചു.